ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അർജുൻ വീണ്ടും അഞ്ജലി അടുത്ത് കുറച്ച് സമയം ചോദിക്കുകയാണ്. എടോ, ഈ പാതിരാത്രി എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, പ്രത്യേകിച്ച് തൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മതി. രാജുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പറയാം, അതല്ല എന്നാണെങ്കിൽ ഇനി രാജീവിന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും അർജുനാകെ ഞെട്ടിപ്പോട്ടോ. ശേഷം അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ രാജീവിന്റെ തീരുമാനം? എന്നാ ശരി, രാജീവ് പറയുന്നില്ലെങ്കിൽ ശരി, രാജുവിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ശരി, ഇനി രാജീവ് ഒരിക്കലും ഈ അഡ്വക്കേറ്റ് അഞ്ജലിൽ അന്വേഷിച്ച് വരരുത്. ഞാനും അങ്ങനെ തന്നെയായിരിക്കും. രാജുവിനെ അന്വേഷിച്ചു ഒരിക്കലും അങ്ങോട്ടേക്കും വരാൻ പോകുന്നില്ല. ഇനി നമ്മൾ രണ്ടും അറിയാത്ത രണ്ട് വ്യക്തികൾ മാത്രമായിരിക്കും. ഗുഡ് ബൈ രാജീവ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നടന്നു പോകാൻ പോകുമ്പോഴേക്കും അർജുനാകെ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുക. ടീച്ചര, എൻ്റെ സ്വന്തം ഭാര്യ, ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണല്ലേ ഇങ്ങനെ അകന്നു പോണത്? ഇല്ല, ഇവളെ പിരിയാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. എന്ത് വേണം നടന്നോട്ടെ, ഇവള് സത്യങ്ങളറിഞ്ഞ് എന്നെ ഇട്ടേച്ചും പോണെങ്കിൽ പോട്ടെ, പക്ഷെ ഇവള് എന്നെ മനസ്സിലാക്കുമെങ്കിലും. അതുകൊണ്ട് എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് അർജുൻ വിചാരിക്കുകയാണ്. ഒരിക്കലും ഞാനായിട്ട് ഇവളെ കൈവിടത്തില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അർജുൻ അഞ്ജലിയുടെ അടുത്തേക്ക് ഓടിപ്പോട്ടെ. അഞ്ജലി നിക്ക്, ശരി, തൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ വീട്ടിലേക്ക് പോകണം അതല്ലേ? അതെ, ശരി, വാ കയറ്, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. സത്യമാണോ? ഇനി പോയി കഴിയുമ്പോഴേക്കും പകുതി വഴിത്തുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലും പറയാനാണോ? എന്നെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കാനായിട്ടാണോ വണ്ടിയിലേക്ക് കയറ്റുന്നത്? ഒരിക്കലുമില്ല. ഞാൻ അവിടെ എത്ര വരാ തന്നോട് ഒരു വാക്ക് പോലും മിണ്ടില്ല. എന്താ അതുപോരെ? മതി എന്ന് അഞ്ജലിയും പറയാണ്. അങ്ങനെ അർജുനും അഞ്ജലിയോട് വീണ്ടും വണ്ടിയിൽ കയറാണ്. എന്നിട്ട് യാത്ര തുടങ്ങട്ടോ. അപ്പോഴേക്കും സമയം ഒരുപാട് പാതിരാത്രിയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിട്ടോ. അങ്ങനെ ഒരുപാട് ഇരുട്ടി, ഒരു സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അഞ്ജലി നല്ല ഉറക്കമാണ് വണ്ടിയിൽ നിന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ, മഴ നനഞ്ഞ ഒരേ നിൽപ്പായിരുന്നില്ലേ. അതുകൊണ്ട് അഞ്ജലിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന്. അങ്ങനെ തന്നെ അഞ്ജലി ഉറങ്ങിപ്പോവാട്ടോ. അർജുൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് നേരെ ശംഖുചക്രത്തിലേക്ക് വരുവാണ്. ശംഖുചക്രത്തിൽ എത്തുന്ന മുമ്പ് തന്നെ അർജുന്റെ മനസ്സിലെല്ലാം തൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതെങ്ങനെ പറയും, വീട്ടുകാരിതെങ്ങനെ കാണും, വീട്ടിൽ തന്നെ എങ്ങനെ കയറ്റും, അഞ്ജലി തെറ്റിദ്ധരിക്കില്ലേ, അഞ്ജലിന് ഒരിക്കലും തൻ്റെ കൂടെ ഉണ്ടാകോ എന്നൊക്കെ പല ടെൻഷൻസ് ആണ് അർജുൻ കേട്ടോ. അങ്ങനെ വീടെത്തുമ്പോഴേക്കും അർജുൻ, അഞ്ജലി ദേ വീടെത്തി എന്ന് പറയാണ്. പക്ഷെ അഞ്ജലി ഒന്നും കേൾക്കാത്ത പോലെ ഇങ്ങനെ നിൽക്കാട്ടോ. പെട്ടെന്നാണ് അർജുൻ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഞ്ജലി നല്ല ഉറക്കമാണ്. ആഹാ, പാവം, നല്ല ഉറക്കമാണ്, നല്ല ക്ഷീണം കാണുമായിരിക്കും. ഇന്നലെ ഒട്ടും ഉറങ്ങില്ലല്ലോ, മഴ നനഞ്ഞു ഒരേ നിൽപ്പായിരുന്നില്ലേ. ഇന്നും ഇതുവരെ ഉറങ്ങാൻ പറ്റിയില്ല, ഇപ്പോഴേ കണ്ണടച്ചേന്ന് തോന്നുന്നു. എന്തായാലും ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് അഞ്ജലി. നാളെ രാവിലെ ആകും പറയാം അഞ്ജലി എന്താണ് തീരുമാനിക്കുന്നത്, അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അർജുൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇരിക്കാട്ടോ. കാരണം അഞ്ജലി സുഖമായിട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങട്ടെ, താൻ പുറത്ത് നിൽക്കാമെന്ന രീതിയിൽ അർജുൻ പുറത്ത് അങ്ങനെ തന്നെ രാത്രി മുഴുവനും പുറത്തിരുന്നിട്ട് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അഞ്ജലിനെ നോക്കുന്നുണ്ട്. നല്ല നിലാവും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴേക്കും രാവിലെ നേരം വെളുക്കാണ്. രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും ആദ്യം എഴുന്നേക്കണത് അഞ്ജലി തന്നെയാണ് കേട്ടോ. അഞ്ജലി പതുക്കെ കണ്ണുകൾ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച മുമ്പിൽ നിൽക്കുന്ന ശംഖുചക്രം തറവാടാണ്. അഞ്ജലി ഒന്നും കൂടി നോക്കാണ്, ഇത് സ്വപ്നമാണോ സത്യമാണോ? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശംഖുചക്രം തറവാട് തന്നെയല്ലേ? അതെ, അത് തന്നെയാ. രാജീവ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അർജുൻ അവിടെ ഇരുന്ന് ഉറങ്ങുവാട്ടോ. രാജീവ്, നമ്മളെന്തിനാ ഇവിടേക്ക് വന്നത്? ആ, താൻ എഴുന്നേറ്റോ? അല്ല രാജീവ്, നമ്മളെന്തിനാ ഇവിടെ വന്നത്? അത് പിന്നെ ഞാൻ രാജീവ്, എന്തിനാ നമ്മൾ ഇവിടേക്ക് വന്നത്? ഇത് അയാളുടെ വീടാ, ആ രാഘവന്റെ വീട്. എന്തിനാ നമ്മൾ ഇപ്പൊ ഇവിടേക്ക് വന്നത്? രാജീവ് എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശംഖുചക്രത്തിൽ എല്ലാവരും എഴുന്നേറ്റിട്ട് അവിടെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവരാമനെയാണ്. ശിവരാമനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സമാധാനവും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാട്ടോ. ശ്യാമള വരുന്നുണ്ട്. ശിവരാമേട്ടാ, എന്തു പറ്റി? രാവിലെ മുതൽ ഒരേ ചിന്തയാണല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കാതിരിക്കും? എൻ്റെ വിശ്വസ്തയായ എൻ്റെ കൂട്ടുകാരനെ പോലെ എൻ്റെ കൂടെ നടന്ന എൻ്റെ മകളാണ് ഇന്നലെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവളെ വിടണ്ടായിരുന്നു, അവളെ പറഞ്ഞു വിടണ്ടായിരുന്നു. ശ്യാമളെ, എല്ലാത്തിനും കാരണക്കാരി നീയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങളീ പറയണത്? അല്ല, അഞ്ജലീര ഇവിടുന്ന് വിടാനുള്ള തീരുമാനം നിന്റെ ആയിരുന്നില്ലേ? നീ ഒരൊറ്റൊരാളുടെ തീരുമാനം കൊണ്ടല്ലേ അഞ്ജലി മോള് ഇവിടുന്ന് പടിയിറങ്ങിപ്പോയത്? അത് കൊള്ളാം. നമ്മുടെ വാക്ക് കേൾക്കാതെ, നമ്മളൊന്നും അറിയിക്കാതെ രഹസ്യ വിവാഹം കഴിച്ച അവളെ പിന്നെ അകത്ത് കയറ്റണമെന്നാണോ നിങ്ങൾ ഈ പറയണത്? അനുപമയും ചെയ്തത് ഈ സെയിം തെറ്റ് തന്നെയല്ലേ? എന്നിട്ട് അനുപമേനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിന്നില്ലേ? പിന്നെന്തുകൊണ്ട് അഞ്ജലിയുടെ കാര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല? അഞ്ജലിയും അനുപമയും രണ്ട് വ്യക്തികളാണ്. അനുപമ അവളുടെ ദുർവാശിക്കും
ദുരാഗ്രഹത്തിനും വേണ്ടിയിട്ടാണ് അഭി എന്ന ചെറുപ്പക്കാരനെ പറ്റിച്ച് വിവാഹം കഴിച്ചത്. പക്ഷെ അഞ്ജലി അങ്ങനെയല്ല, സാഹചര്യം കൊണ്ടിട്ട് ആ അർജുൻ രാഘവിനെ വിവാഹം കഴിച്ചാണ്. പാവന്റെ മോള് സത്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞു കാണില്ലായിരിക്കും. ഇതെല്ലാം അയാളുടെ ചതിയാണോന്ന് പോലും എനിക്കിപ്പോ സംശയമാണ്. നിങ്ങൾ എന്താ പറയണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശിവരാമൻ പറയണ്ട്, അതെ, ആ രാഘവനുടെ കളിയായിരിക്കുമല്ലോ. രാഘവനുടെ മനപ്പുറം അയാളെ മകനെ കൊണ്ട് നമ്മുടെ മകളെ പ്രണയിച്ച് വശത്താക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയിട്ടായിരിക്കും അവൻ രാജീവാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ മോളെ പറ്റിച്ചത്. ഈശ്വര, ഇനി അങ്ങനെ എങ്ങാനും ആയിരിക്കും. അങ്ങനെ തന്നെ ആവാനാണ് ശ്യാമളെ ചാൻസ്. എനിക്കിപ്പോ തോന്നുവാണ് ആ രാഘവനെ അയാളെ മനപ്പുറം അയാളെ മകനെ ഒരു കപട വേഷം കെട്ടിച്ച് ഇവിടേക്ക് നിർത്തിയതാണ്, എൻ്റെ മോളെ വരുതിയിലാക്കി അയാളുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ആജന്മ ശത്രു അഡ്വക്കേറ്റ് രാഘവനുണ്ണി, അയാളുടെ മകൻ അർജുൻ രാഘവനെയാണ് എൻ്റെ മകൾ അഞ്ജലി വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇതെന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രണ്ടു മക്കളും ശംഖുചക്രത്തിലെ മരുമക്കളാണിപ്പോ. അപ്പോ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ രാഘവനുണ്ണിയാണോ? ഈ രണ്ട് മക്കളെയും കൊണ്ട് അയാൾ മനഃപൂർവ്വം നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചതായിരിക്കോ? എനിക്കറിയില്ല ശിവരാമേട്ടൻ പറയുമ്പോ എനിക്കും ആകെ ടെൻഷനാവാ. ടെൻഷൻ അടിക്കുന്നേ നീയല്ലേ അഞ്ജലി ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അഞ്ജലി ഇവിടുന്ന് ഇറക്കി വിട്ടത് നീയല്ലേ? അനുഭവിച്ചോ? ഇനി എല്ലാം അനുഭവിച്ചോ? പാവം എൻ്റെ മോള് വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടുന്നില്ല. അവളുടെ അവസ്ഥ എന്താണോ എന്തോ, എനിക്കൊന്നും ആലോചിക്കാൻ പോലും വയ്യ. ഇനിയിപ്പോ എന്തെല്ലാം ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ നേരെ പോവാ ശംഖുചക്രത്തിലേക്ക് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ഞാൻ ഇതുവരെ അവിടെ പടിയിൽ കാല് കുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ശംഖുചക്രത്തിലേക്ക് പോവാണ്. അവൻ അവളെയും കൂട്ടിക്കൊണ്ട് അവിടേക്കാണ് പോയെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ശിവരാമൻ ഒരു പോക്ക് പോകാട്ടെ ശംഖുചക്രത്തിലേക്ക് പോയിട്ട് അഞ്ജലിനെ വിളിച്ചോണ്ട് വരാനായിട്ട്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിനെയും അർജുനെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് രാഘവനുണ്ണി. കൊള്ളാട മോനെ, ഞാൻ പറഞ്ഞ പോലെ നീ അനുസരിച്ചു. ഈ അഞ്ജലി പെണ്ണിനെ കപട പേര് പറഞ്ഞ് പ്രണയം നടിച്ച് വശത്താക്കി വിവാഹം കഴിക്കണോന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ അത് കേട്ടു. അവളെ വശത്താക്കി വിവാഹം കഴിച്ച് ഈ വീട്ടിലെ വെറും ഒരു വീട്ടമ്മയാക്കാൻ വേണ്ടി നീ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അഞ്ജലി വെറും നമ്മുടെ കയ്യിലെ കളിപ്പാവാ. നീയാണ് എൻ്റെ മകൻ, ഞാൻ നിന്നൊരു ഉമ്മ വെച്ചോട്ടേടാ എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി അർജുന്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കട്ടെ. അപ്പൊ അർജുനും ആകെ ഷോക്കായി പോകണം. അർജുന്റെ കാര്യം മനസ്സിലായി, തന്റെ അച്ഛന്റെ പുതിയ നാടകമാണ് ഇതെന്ന്. പിന്നെ അർജുന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അഞ്ജലി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് നമ്മുടെ നാളത്തെ പ്രൊമോ തീരുന്ന കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ അഞ്ജലി വലത് കാലം വെച്ച് ശംഖുചക്രത്തിലേക്ക് കയറാൻ പോവാണ്. അഞ്ജലിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ശിവരാമനും അവിടെ വരുന്നുണ്ട്. പക്ഷെ അഞ്ജലി പോകൂല കേട്ടോ, കാരണം അഞ്ജലിയുടെ ഭർത്താവിന്റെ വീടാണത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ആ വീട്ടിൽ നിൽക്കണം എന്നൊരു ചിന്താഗതിയാണ് അഞ്ജലിക്ക്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.